ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അഹിംസയുടെ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഭാരതത്തിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. വികസിത രാഷ്ട്ര നിർമ്മാണത്തിനുള്ള വേദിയായി മൻ കി ബാത് മാറിയതായി കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരിറ്റ. എറണാകുളത്തെ ചെല്ലാനത്ത് ആധുനിക തീരദേശ മത്സ്യഗ്രാമം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കം കുറിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ കൊച്ചിയിലെത്തി. ധീവര ദിനാചരണത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. അഹിംസയുടെ ശക്തി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും മാനവരാശിയെ സേവിക്കുന്നതിനുള്ള മനോഭാവം വളർത്താനും ഭാരതത്തിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖ ജൈന ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ ആചാര്യ വിദ്യാനന്ദജി മഹാരാജിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതയാണ് ഇന്ത്യ. നമ്മുടെ ദർശനങ്ങൾ അനശ്വരമാണ്. പുരാതനമായ കയ്യെഴുത്തു പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. യുവജനങ്ങളെ ഭാരതീയ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കുന്നതിൽ ആചാര്യ വിദ്യാനന്ദജി മഹാരാജ് നിർണായക പങ്ക് വഹിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. भारत सेवा प्रधान देश है, भारत मानवता प्रधान देश है. दुनिया में जब हजारों वर्षों तक हिंसा को हिंसा से शांत करने के प्रयास हो रहे थे, तब भारत ने दुनिया को अहिंसा की शक्ति का बोध कराया. हमने मानवता की सेवा भाव की भावना को सर्वोपरि रखा. साथियों, हमारा सेवा भाव अनकंडीशनल है, स्वार्थ से परे है और परमार्थ से प्रेरित है. ഓപ്പറേഷൻ സിന്ധുവിന് കീഴിൽ ഇതുവരെ ആകെ 4415 ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിച്ചു. ഇതിൽ 3597 പേരെ ഇറാനിൽ നിന്നും 818 പേരെ ഇസ്രായേലിൽ നിന്നുമാണ് പ്രത്യേക വിമാനങ്ങളിൽ എത്തിച്ചത്. 9 നേപ്പാളി പൌരന്മാരെയും 4 ശ്രീലങ്കൻ പൌരന്മാരെയും ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ കിഷൻഗംഗ റാറ്റിൽ ജലവൈദ്യുത പദ്ധതികൾ സംബന്ധിച്ച് ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച വിധി ഇന്ത്യ തള്ളി. 1960 സിന്ധു നദീജല ഉടമ്പടി പ്രകാരം രൂപീകരിച്ചതായി പറയപ്പെടുന്ന ആർബിട്രേഷൻ കോടതിയുടെ വിധിയാണ് തള്ളിയത്. ആർബിട്രേഷൻ കോടതി നിയമവിരുദ്ധമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നത് കണക്കിലെടുത്ത് സിന്ധു നദീജല ഉടമ്പടി രാജ്യം നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ ഈ ഉടമ്പടി പ്രകാരമുള്ള ഒരു ബാധ്യതയും ഇന്ത്യ ഇനി നിറവേറ്റാൻ ബാധ്യസ്ഥമല്ലെന്ന് വിദേശ മന്ത്രാലയം വ്യക്തമാക്കി. മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസന യാത്രയിലെ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം മികച്ച നേതൃത്വം കാഴ്ചവെച്ചെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പി വി നരസിംഹറാവുവിന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ചാലകശക്തിയായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. അഹമ്മദാബാദിൽ പുതുതായി നിർമ്മിച്ച സഹകരണ കോംപ്ലക്സ്, പഞ്ചായത്ത് ഭവൻ എന്നിവയും സാനന്ദിൽ ഒരു സ്കൂളും അദ്ദേഹം നാടിന് സമർപ്പിക്കും. ഇന്നലെ ഗാന്ധിനഗറിലെ ഇൻഫ്ലിം നെറ്റ് കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശ്രീ അമിത്ഷാ അവിടുത്തെ വിവിധ സജ്ജീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123ാം പതിപ്പാണിത്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവഭാരത് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ടാലന്റ് ഹണ്ട് സീസൺ 5 മത്സരങ്ങളുടെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നീറമൺകര മന്നം മെമ്മോറിയൽ സ്കൂളിൽ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരിറ്റ നിർവഹിച്ചു. രാജ്യത്തിന്റെ സംസ്കാരം, കല, ചരിത്രം തുടങ്ങി സമസ്ത വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിനെ വികസിത രാഷ്ട്ര നിർമ്മാണത്തിനുള്ള വേദിയാക്കി മാറ്റിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ മേഖലകളിലെയും പശ്ചാത്തലങ്ങളിലെയും ആളുകളെ ബന്ധിപ്പിക്കുന്നതിനും അവരുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാനും മൻ കി ബാത്തിലൂടെ സാധിച്ചതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. അഖില കേരള ധീവര സഭയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ കൊച്ചിയിലെത്തി. 19ാം ധീവര ദിനാചരണത്തിന്റെ ഭാഗമായി പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കുകയാണ്. വൈകുന്നേരം കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും. തുടർന്ന് ചെന്നൈയിലേക്ക് മടങ്ങും.
എറണാകുളത്തെ ചെല്ലാനത്ത് ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഇലക്ട്രിക് ഓട്ടോ ഫിഷ് വെൻഡിംഗ് കിയോസ്ക് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചെല്ലാനത്ത് അടിയന്തര ചികിത്സാ കേന്ദ്രത്തിനും ശൌചാലയ ബ്ലോക്കിനും കേന്ദ്ര സഹമന്ത്രി തറക്കല്ലിട്ടു. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജ്ജി ചെറിയാനും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കിടപ്പ് രോഗികളായ എല്ലാവർക്കും പരിചരണം ഉറപ്പാക്കുന്നതിന് നിർണായക ചുവടുവയ്പുമായി കേരള സർക്കാർ. സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെയും കേരള കെയർ പാലിയേറ്റീവ് ശൃംഖലയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകുന്നേരം 4-ന് എറണാകുളം കളമശ്ശേരി രാജഗിരി സ്കൂളിലാണ് ചടങ്ങ്. മധ്യ വടക്കൻ കേരളത്തിൽ വരുന്ന 5 ദിവസം മഴ ശക്തമായി തുടരും. തെക്കൻ കേരളത്തിലും സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ടാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമായി. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 135.70 അടിയിലെത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 3867 ഘനയടി വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. ജലനിരപ്പ് റൂൾ കർവ് ലെവലായ 136 അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് വെള്ളം ഒഴുകിയെത്തുന്ന പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള മുൻകരുതൽ നടപടി ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. 883 കുടുംബങ്ങളിലെ 3220 പേർക്കായി 20-ലധികം ക്യാമ്പുകളും ഒരുക്കിയിരുന്നു. പ്രദേശത്ത് റവന്യൂ, പോലീസ് അധികൃതർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 7 മുതലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. 2024-25 FIH പ്രോ ലീഗിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഡു ഓർ ഡൈ ഡബിൾ ഹെഡറിൽ ചൈനയെ നേരിടും. വൈകുന്നേരം ബെർലിനിലാണ് മത്സരം. ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പിന്റെ ആദ്യ പതിപ്പ് ഇന്നലെ സമാപിച്ചു. പുരുഷ വിഭാഗത്തിൽ തമിഴ്നാടും വനിതാ വിഭാഗത്തിൽ ഒഡീഷയും കിരീടം നേടി. പുരുഷ വിഭാഗത്തിൽ ആതിഥേയരായ തമിഴ്നാട് 5-0 മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഒഡീഷ പഞ്ചാബിനെ 1-0 പരാജയപ്പെടുത്തി. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കോളേജ് പരിസരത്ത് കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഒരു സുരക്ഷാ ജീവനക്കാരനെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. നേരത്തെ 2 വിദ്യാർത്ഥികളും ഒരു മുൻ വിദ്യാർത്ഥിയും ഉൾപ്പെടെ 3 പേരെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 3 പ്രതികളെയും ചൊവ്വാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2 മുതൽ 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ 8 ദിവസത്തെ സന്ദർശനം. ഘാനയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് വോട്ടിംഗ് സൌകര്യങ്ങൾ ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ബീഹാർ. ബീഹാറിൽ ഇന്ന് നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ആപ്ലിക്കേഷനുകൾ വഴി വോട്ട് ചെയ്യാൻ 40,000-ലധികം വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തത്. വോട്ടിംഗിലൂടെ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ വീടുകളിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താം. പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഈ സൌകര്യമൊരുക്കിയത്. പൂനെയിലെ ഭീമാശങ്കർ ക്ഷേത്ര വികസന പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. തീർത്ഥാടന പ്രദേശങ്ങളുടെ വികസനം സമയബന്ധിതമായും മികച്ച നിലവാരത്തിലും നടത്തണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2027 നടക്കുന്ന കുംഭമേളയ്ക്കായി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ 288 കോടി രൂപ മഹാരാഷ്ട്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അഹിംസയുടെ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഭാരതത്തിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. വികസിത രാഷ്ട്ര നിർമ്മാണത്തിനുള്ള വേദിയായി മൻ കി ബാത്ത് മാറിയതായി കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരിറ്റ. എറണാകുളത്തെ ചെല്ലാനത്ത് ആധുനിക തീരദേശ മത്സ്യഗ്രാമം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടക്കം കുറിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ കൊച്ചിയിലെത്തി. ധീവര ദിനാചരണത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.